ട്യൂഷൻ ആപ്പ് ആൻഡ് നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമ്മൾ തന്നെ ഏത് ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിഫോർ ദാറ്റ് എല്ലാവരെയും മിസ് അത്രയും സ്നേഹത്തോടെ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, യെസ്, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഏതാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ അല്ലെ? യെസ്, നമ്മുടെ ചാപ്റ്റർ 1 ഏതാണ്? യെസ്, മെഡീവൽ ഇന്ത്യ അല്ലെ? മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഈ മെഡീവൽ ഇന്ത്യയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ? ഈ ചാപ്റ്ററിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ച് ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. മിസ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തു പോവാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, യെസ്. അപ്പോ നമുക്ക് ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? ഈ 2 പിക്ചേഴ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിസ്സിന്റെ കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ഏതാണ് ഫസ്റ്റ് പിക്ചർ? ഏതാണ്? ഏതാ? യെസ്, ദാറ്റ്സ് our റെഡ് ഫോർട്ട് അല്ലെ? റെഡ് ഫോർട്ട് ആണ്. ആൻഡ് മിസ്സിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഏത് പിക്ചർ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഏതാണ് ആ ഒരു പ്ലേസ്? അറിയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുറെ ഫിലിംസിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അല്ലെ? അതേതാ? ഏതാ പ്ലേസ്? അറിയാം, അതാണ് ഫസ്റ്റ് ഏതാണ്? റെഡ് ഫോർട്ട് ആണ്. സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യെസ്, ദാറ്റ്സ് our ഹംപി അല്ലെ? ഹംപി ആണ് ഉള്ളത്. ഈ ഹംപി എവിടെയാ? ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ ഈ ഹംപി ഉള്ളത്? കേരളത്തിലാണോ ഹംപി ഉള്ളത്? ആണോ? നോ അല്ലെ? നമ്മുടെ കേരളത്തിലല്ല, കർണാടകയിലാണ് ഹംപി ഉള്ളത് അല്ലെ? ഓക്കെ, ആൻഡ് റെഡ് ഫോർട്ട് ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലാണ് നമ്മുടെ റെഡ് ഫോർട്ട് ഉള്ളത് അല്ലെ? ഡൽഹി ഏരിയയിലാണ് നമുക്ക് റെഡ് ഫോർട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹംപി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയുടെ സദേൺ പാർട്ടിലാണ് അല്ലെ? അപ്പൊ രണ്ട് ദിശയിലുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഹംപിയാണ്, ഒന്ന് റെഡ് ഫോർട്ട് ആണ് അല്ലെ? അപ്പൊ എന്തിനായിരിക്കും ഈ 2 സ്ഥലങ്ങളിലുള്ള അതായത് 2 എക്സ്റ്റൻസിലുള്ള അല്ലെ? ഒന്ന് നോർത്തേൺ പാർട്ടാണ് നമ്മുടെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്, നോർത്തേൺ പാർട്ടാണ്. ആൻഡ് ഹംപി എന്ന് പറയുന്നത് സദേൺ പാർട്ടാണ് അല്ലെ? അപ്പൊ 2 എക്സ്റ്റൻസിൽ, ഇന്ത്യയുടെ 2 എക്സ്റ്റൻസിലുള്ള 2 പിക്ചേഴ്സ് ആണ് നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്? തരുന്നത്. എന്തിനായിരിക്കും അങ്ങനെ തന്നിട്ടുണ്ടാവുക? നോക്കാം, എന്തിനായിരിക്കും നിങ്ങൾ അങ്ങനെ 2 പിക്ചേഴ്സ്, നമ്മുടെ 2 എക്സ്റ്റൻഡിലുള്ള 2 പിക്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാവുക? എന്തിനായിരിക്കും നോക്കാലോ. Yes, the first figure is the red fort built in Delhi during the reign of Mughal Emperor Shah Jahan. അല്ലെ? ഷാജഹാൻ ആയിട്ടുള്ള മുഗൾ എംപറർ ആയിട്ടുള്ള ഷാജഹാന്റെ കാലഘട്ടത്തിൽ എന്ത് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ആണ്, ഫിഗർ ഓഫ് റെഡ് ഫോർട്ട് അല്ലെ? റെഡ് ഫോർട്ടിന്റെ ഫിഗർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുള്ള, ഷാജഹാൻ ബിൽഡ് ചെയ്തിട്ടുള്ള റെഡ് ഫോർട്ടിന്റെ ഫിഗർ ആണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ഇസ് ദ ഫിഗർ ഓഫ് ഹംപി അല്ലെ? ഹംപി ആണ്. ആൻഡ് ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്. ഓക്കെ, അപ്പൊ കണ്ടോ, അതായത് മുഗൾ പീരീഡ് എന്ന് പറയുന്നത് ഡൽഹി ഭരിച്ചിരുന്ന മുഗൾ റൂളർ ആയിട്ടുള്ള ഷാജഹാൻ നിർമ്മിച്ചിട്ടുള്ള റെഡ് ഫോർട്ടും, ആൻഡ് അത് നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലാണ് അല്ലെ? നോർത്തേൺ സൈഡിലാണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് ഫിഗർ ഓഫ് ഹംപി അല്ലെ? ഹംപി എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ്? ഹംപി എന്ന് പറയുന്നത് ഇന്ത്യ ഇങ്ങനെയാണെങ്കിൽ, ഇതിപ്പോ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ഇത് നോർത്ത്, ഇത് സൗത്ത് അല്ലെ? നോർത്ത് ആൻഡ് സൗത്ത് ആണ് വരിക. നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ നമുക്ക് അറിയാലോ അല്ലെ? യെസ്, ആൻഡ് വെസ്റ്റും ഈസ്റ്റും ആണ് വരുന്നത് അല്ലെ? അപ്പൊ ഈ ഹംപി അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ്? നോർത്തേൺ പാർട്ടിലാണ് അല്ലെ? നോർത്തേൺ ഭാഗത്താണ്, ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഓഫ് ഹംപി അല്ലെ? ഹംപി എവിടെയാണ് വരുന്നത്? ഇന്ത്യയുടെ സദേൺ പാർട്ടിലാണ് അല്ലെ? ഈ ഹംപി വരുന്നത് ഇന്ത്യയുടെ സദേൺ പാർട്ടിലാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ഈ സദേൺ പാർട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്ന വിജയനഗര ആണ് അല്ലെ? വിജയനഗര, ക്യാപിറ്റൽ ഓഫ് വിജയനഗര. അപ്പൊ വിജയനഗര റൂളേഴ്സിന്റെ എന്താ പറയാ, വിജയനഗര റൂളേഴ്സ് ആണ് എന്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ ഹംപി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2 എക്സ്റ്റൻസ് ആണ് അല്ലെ? ഒന്ന് ഹംപിയും ഒന്ന് റെഡ് ഫോർട്ടും. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക, ഏത് പാർട്ടാണ് ആൻഡ് റൂളേഴ്സ് ആരൊക്കെയാണ്, ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള റൂളേഴ്സ്, അതായത് നിർമ്മിച്ചിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള എന്താണെന്നറിയോ?
അബൌട്ട് മുഗൾ റൂളേഴ്സ് അല്ലെ. മുഗൾ റൂളർ ആയിട്ടുള്ള ഷാജഹാൻ നിർമ്മിച്ചിട്ടുള്ള റെഡ് ഫോർട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് നമ്മൾ പഠിക്കാനുള്ളത് ആരെ കുറിച്ചാണെന്നറിയോ, ദെൻ മുഗൾ റൂളേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ ഈ മുഗൾ റൂളേഴ്സ് എവിടെയായിരിക്കും ഭരിച്ചിട്ടുണ്ടാവുക? നമ്മൾ പറഞ്ഞു നമ്മുടെ ഡൽഹിയിലാണ് റെഡ് ഫോർട്ട് ഉണ്ടാവുക. ഓക്കെ അല്ലെ, ഡൽഹിയിലാണ് നമ്മുടെ റെഡ് ഫോർട്ട്. അപ്പൊ നമ്മുടെ ഡൽഹി ആയിട്ട് എന്തോ റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ മുഗൾ രാജാക്കന്മാർ അല്ലെങ്കിൽ മുഗൾ റൂളേഴ്സ് അല്ലെ. അതെ, ബാബർ established the Mughal rule in 1526. ഓക്കെ, 1526 നമ്മുടെ ബാബർ ആണ് ഈ മുഗൾ റൂൾ എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857. ഓക്കെ, 1857 വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ മുഗൾ റൂളേഴ്സ് നമ്മുടെ ഇന്ത്യ റൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ പീരീഡ് എന്ന് പറയുന്നത്, മുഗൾ റൂളേഴ്സിന്റെ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1526 ടു എത്രയാണ്, 1857 ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മുഗൾ റൂളേഴ്സിന്റെ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1526 to 1857 ആണ്. ആൻഡ് which was started or established by whom? ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ മുഗൾ റൂള്? ബാബർ ആണ് അല്ലെ. ബാബർ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അവരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു, ഡൽഹി ആസ് ദ ക്യാപിറ്റൽ അല്ലെ. ഡൽഹി ആണ് എന്ത് ചെയ്യുന്നത്, മുഗൾ റൂളേഴ്സിന്റെ ക്യാപിറ്റൽ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മുഗൾ റൂളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് മുഗൾ റൂളേഴ്സ് ആണ്. ഓക്കെ, എത്ര മുഗൾ റൂളേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അറിയോ? 6 മുഗൾ റൂളേഴ്സിന്റെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, 6 മുഗൾ റൂളേഴ്സിന്റെ പേര് പഠിച്ചിരിക്കണം. യെസ്, അത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, യെസ്, നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരും. ബിഫോർ ദാറ്റ് നമുക്ക് അത് ആരൊക്കെയാന്ന് നോക്കാം അല്ലെ. ഓക്കെ, യെസ്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു 1526 ഈ മുഗൾ റൂൾ സ്റ്റാർട്ട് ചെയ്തത്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആരായിരുന്നു, ബാബർ ആണ് അല്ലെ. ബാബർ ആണ്. അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്, പീരീഡ് ഓഫ് റെയിൻ എന്ന് പറയുന്നത് എത്രയാണ്, അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1526 to 1530 ആണ് അദ്ദേഹത്തിന്റെ എന്ത് പറയുന്നത്, ഭരണം അല്ലെ, അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ആരാണ്, ഹുമയൂൺ ആണ്. 1530 മുതൽ 1540 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു ബ്രേക്കിന് ശേഷം 1555 മുതൽ 1556 വരെയാണ് നമ്മുടെ ഹുമയൂൺ പിന്നെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ഹുമയൂണിന് ശേഷം വന്നിട്ടുള്ളത് ആരാണ്, അക്ബർ ആണ് അല്ലെ. അക്ബർ ആണ്. then 1556 മുതൽ 1605 വരെയാണ് അദ്ദേഹം റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1556 to 1605 വരെയാണ് അക്ബർ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്ബറിന് ശേഷം വന്നിട്ടുള്ള രാജാവാണ് ജഹാംഗീർ. ഓക്കെ, ജഹാംഗീർ ആണ് വന്നിട്ടുള്ളത്. 1605 to 1627 വരെയാണ് ജഹാംഗീർ റൂൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ജഹാംഗീറിന് ശേഷം വന്നിട്ടുള്ളത് ആരറിയോ, ഷാജഹാൻ ആണ്. ഓക്കെ, ഷാജഹാൻ ആണ് വന്നിട്ടുള്ളത്. അദ്ദേഹം റൂൾ ചെയ്തിട്ടുള്ളത് ഏത് പീരീഡിലാണ്, 1628 to 1658 വരെയാണ് ഷാജഹാൻ റൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1628 to 1658 വരെയാണ് നമ്മുടെ ഷാജഹാൻ റൂൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ആരാണ്, മുഗൾ റൂളേഴ്സിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ആരാണ്, ഔറംഗസേബ് ആണ് കേട്ടോ. ഔറംഗസേബ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത്. 1658 മുതൽ 1707 വരെയാണ്. ഓക്കെ, 1658 to 1707 വരെയാണ് ആര് ഭരിച്ചിട്ടുള്ളത്, നമ്മുടെ ഔറംഗസേബ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മുഗൾ റൂളേഴ്സ് എന്ന് പറയുന്നത്. ഈ മുഗൾ റൂളേഴ്സിന് മിസ് പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഓക്കെ, ബാബറിന്റെ ബി ആരാണ്, ബാബറിന്റെ ബി, എച്ച് ഹുമയൂണിന്റെ എച്ച്. ഓക്കെ, ഹുമയൂണിന്റെ എച്ച്. ദെൻ അക്ബറിന്റെ എ, അക്ബറിന്റെ എ. ആൻഡ് ജഹാംഗീറിന്റെ ജെ. ആൻഡ് ഷാജഹാൻ എസ്. ആൻഡ് ഔറംഗസേബ് എ. ഇപ്പൊ എന്താ വായിക്കുക, യെസ്, ബാദ്ഷാ അല്ലെ, ബാദ്ഷാ എന്നാണ് വായിക്കുക.
അപ്പൊ ആ ബാദ്ഷ എന്നുള്ള കോഡ് ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതി വെക്കുക. എന്നിട്ട് ഈ റൂളേഴ്സിന്റെ പേര് ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ റൂളേഴ്സിന്റെ ഓർഡറിൽ അവര് വരുന്ന ഭരണ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് മിസ്സിന്റെ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ബാദ്ഷ എഴുതി വെക്കുക, എന്നിട്ട് റൂളേഴ്സിന്റെ പേര് പഠിക്കുക. ഇത്രയേ ഉള്ളൂ മുഗൾ റൂളേഴ്സിന്റെ. ഓക്കെ, ദെൻ നമ്മുടെ ഈ പിക്ചറിൽ നമുക്ക് മുഗൾ റൂളേഴ്സ്, ഓക്കെ, മുഗൾ എംപറേഴ്സിന്റെ ഒക്കെ ഇത് കാണാം. അതായത് അവര് ഭരിച്ചിരുന്ന കാലഘട്ടമാണ് ഈ കാണുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഏതൊരു പോർഷൻ വരെയാണ് അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. 1530 ഡെത്ത് ഓഫ് ബാബറിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു യെല്ലോ പോർഷൻ ആയിരുന്നു, അത്രയും പോർഷൻ ആയിരുന്നു അവരുടെ സാമ്രാജ്യം അല്ലെങ്കിൽ എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ എന്ത് ചെയ്തു, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ത്യയിൽ ഏകദേശം കുറെ എന്താ പറയാ കുറെ എക്സ്റ്റെൻസോളം നമ്മുടെ ഇന്ത്യയിൽ ആര് മുഗൾ റൂളേഴ്സ് പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു, കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് നോക്കി വെക്കുക. ഈ പിക്ചറിലൊന്നും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഓക്കെ, യെസ്, ആൻഡ് അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ കാണാം അല്ലെ, വേറൊരു പിക്ചർ കാണാം. Akbar, the famous ruler of Mughal dynasty, discussed with various religious leaders. Okay, religious leaders ആയിട്ട് നമ്മുടെ അക്ബർ റൂളർ അല്ലെ, അക്ബർ റൂളർ അതായത് ഫേമസ് റൂളർ ആയിട്ടുള്ള മുഗൾ റൂളർ ആയിട്ടുള്ള അക്ബർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറെ റിലീജിയസ് ലീഡേഴ്സുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എന്തിനെ കുറിച്ചായിരിക്കും ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം? എന്തിനെ കുറിച്ചായിരുന്നു എന്തിനെ കുറിച്ചായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? എന്തിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വല്ല ഗസ് ഉണ്ടോ? യെസ്, നമുക്ക് നോക്കാലോ. എന്തിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? നോക്കാം. ഇൻ 1575 ഡേറ്റ് നോക്കി വെക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. 1575 അക്ബർ ബിൽറ്റ് ഇബാദത്ത് ഖാന. ഓക്കെ, ഇബാദത്ത് ഖാനയാണ് ഈ കാണുന്ന പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇബാദത്ത് ഖാന. അത് അക്ബർ എന്ത് ചെയ്തു, 1575 നിർമ്മിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ നോക്കാലോ. ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. ഓക്കെ, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അക്ബറിന്റെ പുതിയ എന്താ പറയാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, തലസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഫത്തേപൂർ സിക്രി ആയിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ ക്യാപിറ്റൽ. അപ്പൊ അവിടെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയുന്നത്, നമ്മുടെ അക്ബർ ഇബാദത്ത് ഖാന ബിൽഡ് ചെയ്തു. 1575 എന്ത് ചെയ്തു? 1575 ഇബാദത്ത് ഖാന ബിൽഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? ആൻഡ് സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് religions used to gather here. അപ്പൊ ഈ അക്ബർ എന്ത് ചെയ്തു എന്നറിയോ? അതായത് വേരിയസ് റിലീജിയൻസിലുള്ള ഡിഗ്നിറ്ററീസും സ്കോളേഴ്സിനും ഒക്കെ എന്ത് ചെയ്തു? അങ്ങോട്ട് അദ്ദേഹം ക്ഷണിച്ചു. എവിടേക്ക്? നമ്മുടെ ഇബാദത്ത് ഖാനയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ട് അവിടെ ഗ്യാദർ ചെയ്തു. ഓക്കെ, അവിടെ കൂടി ചേർന്നു. ആൻഡ് these discussions speak volumes about the Akbar's policy of religious tolerance. Okay, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഡിഫറെന്റ് റിലീജിയൻസിൽ നിന്നുള്ള ആളുകളെ എന്ത് ചെയ്തു? ഡിഫറെന്റ് റിലീജിയൻസിൽ നിന്നുള്ള സ്കോളേഴ്സിനെയും ഡിഗ്നിറ്ററീസിനെയും ഒക്കെ എന്ത് ചെയ്തു? ഈ ഇബാദത്ത് ഖാനയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതായത് അദ്ദേഹത്തിന്റെ കുറെ പോളിസീസ് കൊണ്ടുവന്നു. ഓക്കെ, പുതിയ അക്ബർ പോളിസി കൊണ്ടുവന്നു. എന്തിന്റെ ബേസിലാ? അതായത് ഓരോ റിലീജിയനും നല്ല കാര്യങ്ങളും ഉണ്ടാവും, കുറച്ച് ചീത്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? ഏതൊരു റിലീജിയൻ ആയി കഴിഞ്ഞാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല കാര്യങ്ങൾ, എല്ലാ റിലീജിയൻസിന്റെയും നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു പോളിസി തന്നെ, ഒരു റിലീജിയസ് അദ്ദേഹത്തിന്റെ ഒരു പോളിസി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കൊണ്ടുവന്നു. ആൻഡ് അക്ബർ ക്രിയേറ്റഡ് ദീൻ ഇലാഹി. എന്താണ്? നേരത്തെ പറഞ്ഞു ഇബാദത്ത് ഖാന ബിൽഡ് ചെയ്തത് ആരാണ്? അക്ബർ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് കൂടാതെ ദീൻ ഇലാഹിയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ഗുഡ് പ്രാക്ടീസസ് ഓഫ് ഓൾ റിലീജിയൻ. കണ്ടോ? അതായത് എല്ലാ റിലീജിയനുള്ള സ്കോളേഴ്സിനെയും ഡിഗ്നിറ്ററീസിനെയും ഒക്കെ അവരെന്തിനായിരുന്നു അക്ബർ കണ്ട് ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ എല്ലാ റിലീജിയനുള്ള ആളുകളെ കുറിച്ചും അവരുടെ കസ്റ്റംസിനെ കുറിച്ചും അല്ലെ, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കസ്റ്റംസും റിച്വൽസും ഒക്കെ അതിനെ കുറിച്ചൊക്കെ അറിവുണ്ടാവാനും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ അക്ബർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ദീൻ ഇലാഹി ക്രിയേറ്റ് ചെയ്തു. ഈ ദീൻ ഇലാഹി എന്ന് പറയുന്നത് എന്താണ്?
മതത്തിന്റെയും എല്ലാ റിലീജിയൻസിന്റെയും എല്ലാ മതങ്ങളുടെയും ഗുഡ് ആസ്പെക്ട്സ് മാത്രം എടുത്തുകൊണ്ട് അല്ലെ ഗുഡ് ആസ്പെക്ട്സ് മാത്രം എടുത്തുകൊണ്ട് ദീൻ ഇലാഹി എന്ത് ചെയ്തു അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് പീസ് ടു ഓൾ ഓർ സുൽഹ് ഇക്വൽ. എന്താണ് സുൽഹ് ഇക്വൽ is the core of this vision. Okay, അപ്പൊ ഈ ദീൻ ഇലാഹിയുടെ വിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം അല്ലെ, ഒരാൾക്ക് മാത്രമല്ല, പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, ഒരു വിഷനോട് കൂടിയാണ് നമ്മുടെ ഈ ദീൻ ഇലാഹി ആര് കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ അക്ബർ കൊണ്ടുവന്നിട്ടുള്ളത്. പീസ് ടു ഓൾ, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? സുൽഹ് ഇക്വൽ. എന്താണ് സുൽഹ് ഇക്വൽ? അതിന്റെ മീനിങ് ആണ് എന്ന് പറയുന്നത് പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം. ഓക്കെ, ആൻഡ് he aimed to clarify the idea that all visions are for the welfare of human beings. Okay, അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വിഷൻസും, അതായത് ഇങ്ങനെ ഒരു ദീൻ ഇലാഹി ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, അക്ബർ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യണം? അത് മനുഷ്യരുടെ ഹ്യൂമൻ ബീങ്സ് അല്ലെ, ഹ്യൂമൻ ബീങ്സിന്റെ, അദ്ദേഹം എന്തെങ്കിലും മതത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും മതത്തിന് പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ നടക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല അല്ലെ, അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം എന്താണ്? എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, മനുഷ്യരായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് അല്ലെ നമ്മുടെ അക്ബർ. Yes, and he aimed to clarify the idea that all visions are for the welfare of human beings. അല്ലെ, ഹ്യൂമൻ ബീങ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. Okay, irrespective of caste or religion. Okay, religion or caste ബേസിൽ അല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാവർക്കും വെൽഫെയർ ഉണ്ടാവണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? യെസ്. And the abolition of religious tax called Jizya. എന്താ അത് വായിക്കുക? ജസിയ. ഓക്കെ, ജസിയ എന്നാണ് വായിക്കുക. അപ്പോ the abolition of the religious tax called Jizya proved that Akbar followed tolerance in the administrative field as well. Okay, അതായത് അക്ബർ ഭരിക്കുന്നത് വരെ ഇവിടെ എന്തുണ്ടായിരുന്നു? ജസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പർട്ടിക്കുലർ റിലീജിയൻ മാത്രം ടാക്സ്. നമുക്ക് ഇന്നത്തെ പോലെ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻകം ടാക്സ് ഒക്കെ വരുന്നില്ലേ അല്ലെ? ഒരു നിശ്ചിത എമൗണ്ടിന് മുകളിൽ ഇൻകം ഏൺ ചെയ്യുന്ന ആളുകള് ഇൻകം ടാക്സ് അടയ്ക്കണം അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ലാൻഡ് ടാക്സ് ഉണ്ട് അല്ലെ, ലാൻഡ് ടാക്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള ടാക്സ് ഉണ്ട്. അത് നമ്മുടെ ഏർണിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിനെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ ടാക്സും വരുന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ ഈ ജസിയ ടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്ന് അറിയോ? ഒരു പർട്ടിക്കുലർ റിലീജിയൻ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഒരു പർട്ടിക്കുലർ റിലീജിയൻ, ഒരു മതം എന്ത് ചെയ്യണം? ആ ഒരു ടാക്സ് പേ ചെയ്യണം. അതായിരുന്നു ജസിയ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലീജിയസ് ടാക്സ് ആണ്. ഓക്കെ, റിലീജിയസ് ടാക്സ് ആണ്. ആ ടാക്സ് എന്ത് ചെയ്തു? നമ്മുടെ അക്ബർ എന്ത് ചെയ്തു? നിർത്തലാക്കി, അബോളിഷ് ചെയ്തു. അത് വേണ്ട. ഓക്കെ, അത് അബോളിഷ് ചെയ്തു. അപ്പൊ ജസിയ ടാക്സ് അല്ലെങ്കിൽ റിലീജിയസ് ടാക്സ് ആയിട്ടുള്ള ജസിയ അബോളിഷ്ഡ് ബൈ ഹൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ബൈ ഹൂം. ആരാണ് അത് അബോളിഷ് ചെയ്തിട്ടുള്ളത്? ആരാണ്? യെസ്, ദാറ്റ്സ് അക്ബർ ആണ് അല്ലെ, അക്ബർ ആണ് അത് അബോളിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് people from all sects were treated equally in all spheres of the Mughal rule. അല്ലെ, അതായത് എല്ലാ സ്പിയേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ആളുകളും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എന്തുണ്ടായിരുന്നില്ല? ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേപോലെ ആയിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ്, ഏത് സെക്ഷൻ ആയിക്കോട്ടെ, അത് അവർ പണക്കാരായിക്കോട്ടെ, പാവപ്പെട്ടവരായിക്കോട്ടെ, അതുകൂടാതെ ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരും എന്താണ്? ഈക്വലി ആണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരെയും അക്ബർ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ട്? എല്ലാ സ്പിയേഴ്സും. ഇത് മുഗൾ റൂൾ, അക്ബർ മാത്രമല്ല, ഈ മുഗൾ റൂളേഴ്സ് മൊത്തം അങ്ങനെയായിരുന്നു. ഓക്കെ, എല്ലാവരെയും ഈക്വലി ആയിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
ആൻഡ് നമുക്ക് നമ്മുടെ 3 പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലെ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഈ കാണുന്നത്. രാജ ടൊഡർമൽ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ് ആൻഡ് ബീർബൽ. ഓക്കെ, രാജ ടൊഡർമൽ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ് and Birbal were the prominent among those who held high positions in the royal court of Emperor Akbar. Okay, അക്ബറിന്റെ റോയൽ കോർട്ടില് അക്ബറിന്റെ കോർട്ടിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അക്ബറിന്റെ കോർട്ടില് പ്രൊമിനന്റ് പേഴ്സൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ who were the prominent persons of the court of Akbar എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? that is രാജ ടൊഡർമൽ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ് ആൻഡ് ബീർബൽ. ഓക്കെ, അപ്പൊ ഇത്രയും പേരായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് മുഗൾ ആർമി ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ആർമി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യൻ ആർമി അല്ലെ, നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സോ ഒക്കെ മിലിറ്ററിയിൽ സോൾജേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും അല്ലെ. യെസ്, അപ്പൊ നമുക്ക് ഈ സോൾജേഴ്സിനെ കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ഫീലിംഗ് ആണ് അല്ലെ. ഭയങ്കര പ്രൗഡാണ് അല്ലെ നമുക്ക് അവരെ കാണുമ്പോൾ അല്ലെ. നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ആളുകളാണ്. കാരണം എന്താ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേറൊരു അറ്റാക്കിൽ നിന്നും നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ പറയുന്ന നമ്മുടെ സോൾജേഴ്സ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അപ്പൊ അതേപോലെ നമ്മുടെ ഇന്ത്യൻ ആർമി പോലെ തന്നെ നമ്മുടെ മുഗൾ രാജാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ആർമി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുഗൾ രാജാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുഗൾ റൂളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മുഗൾ ആർമി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് to expand the kingdom as well as to maintain the expanded kingdom. Okay, അപ്പോ ഈ ഒരു മുഗൾ ആർമി, ഈ മുഗൾ പീരീഡില് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ മുഗൾ ആർമി കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓക്കെ, അതായത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? മുഗൾ ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം. ഒന്നെന്തിനു വേണ്ടിയിട്ടാണ്? കിങ്ഡം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? To expand the kingdom and as well as to maintain the expanded kingdom. Kingdom expand ചെയ്താൽ മാത്രം മതിയോ? പോരാ, എന്തും കൂടെ വേണം. ആ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കിങ്ഡത്തിനെ അല്ലെ നമ്മൾ യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കീഴടക്കി ഈ മുഗൾ സാമ്രാജ്യം അല്ലെ, മുഗൾ എംപയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? മുഗൾ കിങ്ഡം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് അല്ലെ, കൂട്ടി കൊണ്ടുവരികയാണ് അല്ലെ. അതിന്റെ അളവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. ഓരോ സ്ഥലങ്ങൾ നമ്മൾ യുദ്ധം ചെയ്ത് കീഴടക്കി കൊണ്ടുവരികയാണ്. അപ്പൊ യുദ്ധം ചെയ്യണമെങ്കിൽ ആര് വേണം? ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? വാർ ചെയ്യണമെങ്കിൽ ആര് വേണം? നമുക്ക് മുഗൾ ആർമി വേണം അല്ലെ. മുഗൾ റൂളേഴ്സിന് ആര് വേണം? മുഗൾ ആർമി വേണം. ഓക്കെ, അപ്പോ ഈ മുഗൾ ആർമി എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആൻഡ് ഓൾസോ ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം അല്ലെ. നമുക്ക് കുറേ കിങ്ഡം നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വലിയ കിങ്ഡം ആയിട്ട് വന്നു അല്ലെ. മുഗൾ എംപറേഴ്സിന്റെ കിങ്ഡം എന്ന് പറയുന്നത് വലിയ കിങ്ഡം ആയിട്ട് വന്നു. പക്ഷേ എങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ നോക്കി നടത്തണ്ടേ? വെറുതെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ആ ഒരു എക്സ്പാൻഡഡ് കിങ്ഡം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണമായിരുന്നു? നമ്മുടെ മുഗൾ ആർമി വേണമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ് മിസ്സിന്റെ കുട്ടികള് എഴുതേണ്ടത്. ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആൻഡ് ടു മെയിൻറ്റെയിൻ ദി എക്സ്പാൻഡഡ് കിങ്ഡം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. ആൻഡ് the Mansabdari was the military system. എന്താണ്? Mansabdari was the military system implemented by Akbar for this purpose. Okay, അതായത് നമ്മുടെ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അക്ബർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിലിറ്ററി സിസ്റ്റം ആണ് എന്ത് പറയുന്നത്? മൻസബ്ദാരി എന്ന് പറയുന്നത്. ഓക്കെ, മൻസബ്ദാരി എന്ന് പറയുന്നത് അക്ബർ കൊണ്ടുവന്നിട്ടുള്ള, അക്ബർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്.
ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? യെസ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നല്ല രീതിയിൽ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയൊരു സിസ്റ്റം കൊണ്ട് വന്നിട്ടുള്ളത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം each officer had a regiment under him. Okay, അതായത് ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് മൻസബ്ദാരി സിസ്റ്റത്തിന്റെ അണ്ടറിൽ എന്ത് വേണമെന്നറിയോ? മൻസബ്ദാരി സിസ്റ്റത്തിന്റെ അണ്ടറിൽ ഓരോ ഓഫീസേഴ്സും എന്ത് ചെയ്യണം? each officer had a regiment under him. Okay, അതായത് ഒരു പട തന്നെ എന്ത് വേണം? ഒരു റെജിമെന്റ് എന്തിനു വേണം? ഓരോ ഓഫീസേഴ്സിന്റെയും അണ്ടറിൽ വേണം. ഓക്കെ, ഈ ഒരു മൻസബ്ദാരി സിസ്റ്റത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ ബേസിൽ നോക്കുന്ന സമയത്ത് ഓരോ ഓഫീസേഴ്സിനും ഓരോ ചുമതല ആര് കൊടുക്കും? നമ്മുടെ കിങ് കൊടുക്കും. ഓക്കെ, കിങ് കൊടുക്കും. അപ്പൊ ഈ കിങ് എന്ത് ചെയ്യണം അറിയോ? ഈ കിങ് ഓരോ ഓഫീസേഴ്സിനും അതിന്റെ ഒരു ചുമതല കൊടുക്കും. ആൻഡ് ആ ഓഫീസേഴ്സ് എന്ത് ചെയ്യണം എന്നറിയോ? ഓരോ റെജിമെന്റും അവര് നോക്കി നടത്തണം. ഓക്കെ, ഒരു റെജിമെന്റ് അവരുടെ കീഴിൽ അവര് ഉണ്ടാക്കണം. ഓക്കെ, ആ സിസ്റ്റം ആണ് മൻസബ്ദാരി സിസ്റ്റം. ആൻഡ് കുറച്ച് ഫീച്ചേഴ്സ് കൂടിയുണ്ട് കേട്ടോ. The title Mansab refers to the number of cavalry each officer is required to maintain. Okay, cavalry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുതിരപ്പട. ഓക്കെ, അതായത് ഈ മൻസബ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ടൈറ്റിൽ മൻസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻസബ്ദാരി സിസ്റ്റം എന്നല്ലേ? അതിൽ ഈ മൻസബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓഫീസേഴ്സും, മിസ് നേരത്തെ പറഞ്ഞു അല്ലെ, ഓരോ ഓഫീസേഴ്സിന്റെ അണ്ടറിൽ എന്ത് വേണം? ഒരു റെജിമെന്റ് വേണമെന്ന് പറഞ്ഞു അല്ലെ, റെജിമെന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോ ഈ മൻസബ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഓഫീസേഴ്സും ഒരു കുതിരപ്പടകൾ അല്ലെങ്കിൽ ഒരു കാവൽറി, ഒരു എത്ര നമ്പർ ഓഫ് കാവൽറി, എത്ര നമ്പർ ഓഫ് കുതിരപ്പടകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനനുസരിച്ചാണ് മൻസബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ മൻസബിന്റെ the rank of the mansab was determined by the number of soldiers to be maintained. Okay, അതായത് ഈ മൻസബിന്റെ റാങ്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് അറിയോ? മൻസബിന്റെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് എത്ര സോൾജിയേഴ്സ് ആണോ അവരുടെ അണ്ടറിൽ വരുന്നത് അതിനനുസരിച്ചിരിക്കും അവരുടെ റാങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ ഈ നമ്മുടെ ഈ പോലീസ് ഓഫീസേഴ്സില് നമുക്ക് കാണാലോ, അവരുടെ റാങ്ക് എന്തിനാ? ഇവിടെ ഷോൾഡറിൽ ഉണ്ടാവുന്ന സ്റ്റാർസിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അല്ലെ അവർക്ക് റാങ്ക് ഉണ്ടാവുക അല്ലെ. അതനുസരിച്ചാണ് അവരുടെ റാങ്ക്, എത്രാമത്തെ റാങ്ക് ആണോ അത് ആ സ്റ്റാർസിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ റാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ മൻസബിന്റെ റാങ്ക് എങ്ങനെയാണെന്നറിയോ? ഈ മൻസബിന്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് സോൾജിയേഴ്സ് ആണോ അവരുടെ അവരുടെ കീഴിലുള്ളത്, അണ്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ മൻസബിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു മൻസബ് 100 സോൾജിയേഴ്സ് ഉള്ള ഒരു മൻസബ്. ഓക്കെ, ഇതൊരു മൻസബാണ് കേട്ടോ, ഇതൊരു മൻസബാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ 100 സോൾജിയേഴ്സ് ഉണ്ട്. ആൻഡ് വേറൊരു മൻസബ് ഉണ്ട്, അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഒരു 110 സോൾജിയേഴ്സ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പൊ റാങ്ക് ആർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ദ സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലെ. ബി എന്ന് പറയുന്ന പേഴ്സൺ ആയിരിക്കും എനേക്കാളും കൂടുതൽ എന്തുണ്ടാവുക? റാങ്ക് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്പർ ഓഫ് സോൾജിയേഴ്സിന്റെ ബേസിലായിരിക്കും എന്തുണ്ടാവുക? മൻസബിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ആസ് an alternative to maintain army paying directly from state exchequer. അതായത് നമ്മുടെ രാജാവിന്റെ ഖജനാവിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ആയിട്ടല്ല ഈ സോൾജിയേഴ്സിന് അല്ലെങ്കിൽ ഈ ആർമി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നോക്കി നടത്താൻ വേണ്ടിയിട്ട് കാശ് ചെലവാക്കുന്നത്. ഓക്കെ, കാശ് ചെലവാക്കുന്നത് എങ്ങനെയല്ല? ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് എക്സ്ചെക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖജനാവ്. ഓക്കെ, അതായത് ഈ കിങ്ങിന്റെ ഖജനാവിൽ നിന്നും നേരിട്ട് എടുത്തിട്ടല്ല എന്ത് ചെയ്യുന്നത്? ഈ വലിയൊരു ആർമി, ഹ്യൂജ് ആർമി തന്നെ നോക്കി നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആർമി നോക്കി നടത്തുന്നതിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ ഒരു മൻസബ്ദാരി സിസ്റ്റം കിങ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഇവരുടെ ചെലവ്? ഇത്രയും സോൾജിയേഴ്സ് ഉണ്ടാവും അല്ലെ, കുറെ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഉണ്ടാവും. അവരുടെ ചെലവൊക്കെ എങ്ങനെയായിരിക്കും നോക്കി നടത്തുന്നുണ്ടാവുക?
നോക്കാലോ. Mansabdars were allotted land according to their ranks. Okay, അതായത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് സോൾജിയേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ മൻസബ്സിനും റാങ്ക് വരുന്നത് അല്ലെ, മൻസബ്സിനും റാങ്ക് വരുന്നത്. ആൻഡ് അവരുടെ റാങ്കിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ലാൻഡ് അലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാൻഡ് അലോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മൻസബ്ദാർ മെയിൻറ്റെയിൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം. ഓക്കെ, അതായത് ഈ മൻസബ്ദാർസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മൻസബ്ദാറും ആണ് ഓരോ സോൾജിയർ അല്ലെ, കുറെ സോൾജിയേഴ്സ് ഉണ്ടാവും അവരുടെ അണ്ടറിൽ, അവരുടെ കീഴിൽ കുറെ സോൾജിയേഴ്സ് ഉണ്ടാവും. അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മൻസബ്ദാർസ് നോക്കി നടത്തുന്നത്, ലാൻഡിൽ നിന്നും. അതായത് കിങ് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് മൻസബ്ദാർസിന് അവരുടെ റാങ്ക് അനുസരിച്ച് ലാൻഡ് കൊടുക്കും അല്ലെ, ഭൂമി കൊടുക്കും. ഓക്കെ, അപ്പൊ ആ ഭൂമിയിൽ നിന്നും ടാക്സ് പിരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സോൾജിയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആര് നടത്തുന്നത്, മൻസബ്ദാർസ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ കിങ്ങിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ചെലവ് ഈ ആർമി നോക്കി നടത്തുന്നത് ഇല്ലല്ലോ. ഈ ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൻസബ്ദാർസ് നോക്കിക്കോളും അല്ലെ. ഈ ആർമിയുടെ മൊത്തം കാര്യങ്ങൾ ആര് നോക്കിക്കോളും, മൻസബ്ദാർസ് നോക്കിക്കോളും. കിങ് എക്സ്ട്രാ ആയിട്ട് അദ്ദേഹത്തിന്റെ എക്സ്ചക്കറിൽ നിന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, and the support of the nobles and military was necessary to carry forward the regime strongly. Okay, അതായത് എന്ത് വേണം, നോബിൾസിന്റെയും ആരുടെ മിലിറ്ററിന്റെ ഒക്കെ എന്ത് വേണം, സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റെജീം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോ മൻസബ്ദാരി സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ അതായത് നല്ല രീതിയിൽ ആ ഒരു റെജീം അല്ലെങ്കിൽ ആ ഒരു ആർമി നല്ല രീതിയിൽ കൊണ്ടുപോവാൻ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അക്ബർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ നമുക്ക് മുഗൾ ആർമീനെ കുറിച്ച് പഠിക്കാൻ. ആൻഡ് നമുക്ക് പോകാനുള്ളത് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ, മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ മുഗൾ കിങ്ഡത്തില് എങ്ങനെയാണ് അതിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, മുഗൾ കിങ്ഡത്തിലെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ആരാണ്, സുബയാണ്. ഓക്കെ, സുബ. ആൻഡ് തൊട്ട് താഴെ വരുന്നത് സർക്കാർ ആണ്, അതിന്റെ തൊട്ട് താഴെ വരുന്നത് പർഗാന, ആൻഡ് അതിന്റെ താഴെ വരുന്നത് ആരാണ്, ഗ്രാമ. ഓക്കെ, അപ്പൊ ആ ഓർഡർ നോക്കി വെക്കുക, സുബ, സർക്കാർ, പർഗാന ആൻഡ് ഗ്രാമ. അങ്ങനെയാണ് ഈ മുഗൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മുഗൾ കിങ്ഡത്തിന്റെ ഓർഡർ വരുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ, 4 പേര്, സുബ, സർക്കാർ, പർഗാന ആൻഡ് ഗ്രാമ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ, പിന്നേക്ക് വെക്കണ്ട. സുബ, സർക്കാർ, പർഗാന ആൻഡ് ഗ്രാമ. ഓക്കെ, and it was during Akbar's regime in Mughal rule that such an administrative order was effectively formed. Okay, അതായത് നമ്മുടെ അക്ബറിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ള സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്ന് പറയുന്ന ആ ഒരു ഓർഡർ, ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്, നമ്മുടെ അക്ബറിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്ട്രക്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ വന്നിട്ടുള്ളതും അക്ബറിന്റെ കാലഘട്ടത്തിലായിരുന്നു. Okay, and the emperor was the sovereign authority of the country and the commander in chief, the lawmaker and supreme judge. Okay, അപ്പോ കിങ് ആണ് അല്ലെ, എംപറർ ആണ്, കിങ് ആണ് എന്ത് ചെയ്യുന്നത്, സോവറിൻ അതോറിറ്റി അല്ലെങ്കിൽ പരമാധികാരി എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും, കിങ് അല്ലെങ്കിൽ എംപറർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ രാജ്യത്തിന്റെ പരമാധികാരി അല്ലെങ്കിൽ സോവറിൻ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, എംപറർ ആണ്. ഓക്കെ, ആൻഡ് ദ കമാൻഡർ ഇൻ ചീഫ് അല്ലെ, ആരാണ്, പടത്തലവനായിട്ടുള്ളതാണ് കമാൻഡർ ഇൻ ചീഫ് അല്ലെ. ഈ കമാൻഡർ ഇൻ ചീഫ് ആണ് എന്ത് ചെയ്തത്, ആ കൺട്രിയുടെ ലോ മേക്കർ ആയിട്ടുള്ളത് ആരാണ്, ലോ മേക്കർ ആയിട്ടുള്ള ആരാണ്, കമാൻഡർ ഇൻ ചീഫ് ആണ് അല്ലെ. കമാൻഡർ ഇൻ ചീഫ് ആണ് ലോ മേക്കർ, നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അല്ലെ. നിയമങ്ങൾ ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന് നിലനിന്ന് പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള നിയമങ്ങളൊക്കെ വേണ്ടേ. യെസ്, അപ്പൊ ആ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് കമാൻഡർ ഇൻ ചീഫ് ആണ്. ആൻഡ്
കമാൻഡർ ഇൻ ചീഫ് ആണ് ആര് സുപ്രീം ജഡ്ജ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ കോടതിയും നമുക്ക് ജഡ്ജിമാരും വക്കീലുമാരും അങ്ങനെ കുറെ ആളുകളുണ്ട് അല്ലെ. പക്ഷെങ്കിൽ നമ്മുടെ ഈ ഒരു മുഗൾ പീരീഡില് നമ്മുടെ എംപറർ ആയിരിക്കും സോവറിൻ അതോറിറ്റി ആൻഡ് കമാൻഡർ ഇൻ ചീഫ് ആയിരിക്കും ലോ മേക്കർ. നിയമം നിർമ്മിക്കുന്ന ആളും സുപ്രീം ജഡ്ജിയും. സുപ്രീം ജഡ്ജിമാരായിരിക്കും കമാൻഡർ ഇൻ ചീഫ് ആയിരിക്കും. ആൻഡ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് there were no separate code for the administration of justice as today. ഇന്നത്തെ പോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ എന്തുണ്ടായിരുന്നില്ല, ഇന്നത്തെ പോലെയുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ എവിടെ ഉണ്ടായിരുന്നില്ല, മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്നില്ല അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളതല്ല അല്ലാന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് എവിടെ കിട്ടും, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ കോർട്ടിൽ നമുക്ക് ഇന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോർട്ട് എന്തിലുണ്ടായിരുന്നു, ഒരു കോർട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോടതി എന്തിലുണ്ടായിരുന്നില്ല, ഈ മുഗൾ പീരീഡില് ഉണ്ടായിരുന്നില്ല. ഓക്കെ. And instead local religious scholars quasi investigated and educated disputes. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഇതിന് പകരമായിട്ട് ഒരു ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഉണ്ട്. ക്വാസി എന്ന് പറയുന്ന ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്, ഈ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നതും അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ നിർവചിക്കുന്നത്. അതായത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ ശിക്ഷിക്കും. അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറഞ്ഞാ അന്വേഷിക്കുക, എന്നിട്ട് ശിക്ഷ നടപ്പിലാക്കുന്നതൊക്കെ ആരാണ്, ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ആണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദോസ് ഹൂ were dissatisfied with this decision and had the opportunity to complain directly to the emperor. അതായത് ഇപ്പൊ ഈ പറയുന്ന ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഇവരെ തെറ്റുകാരാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് അത് ആ ഒരു തീരുമാനത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ആരെങ്കിലും ആ ഒരു തീരുമാനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവർ ഡിസാറ്റിസ്ഫൈഡ് ആണ്, അവർ അതിൽ തൃപ്തകരമല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എംപററോട് അതായത് കിങ്ങിനോട് നേരിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അതിനൊരു കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. And ministers and head of departments were appointed to advise the king on administrative matters. അതായത് മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാണ്, മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും ആണ് എന്ത് ചെയ്യുന്നത്, ഭരണകാര്യങ്ങളിലൊക്കെ നമ്മുടെ കിങ്ങിനെ സഹായിക്കുന്നത്. And the emperor Akbar, hearing the grievances of the people in Diwani Khas. Diwani ഖാസിൽ വെച്ചിട്ട് അക്ബർ എന്ത് ചെയ്യാണ്, ആളുകളുടെ പരാതികളൊക്കെ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ആ ഒരു പിക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ് ഇനി നോക്കാനുള്ളത്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. And European travelers and traders who visited India at that time record about the society during the Mughal period. അപ്പോൾ യൂറോപ്യൻ ട്രാവലേഴ്സും ട്രേഡേഴ്സും ഒക്കെ ഇന്ത്യയിൽ വന്ന സമയത്ത് അവരാണ് ഈ മുഗൾ റൂളിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും മുഗൾ റൂളിന്റെ പീരീഡിലൊന്നും നമ്മൾ ജീവനോടെ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ, നമ്മളൊന്നും ജീവിച്ചിരിപ്പില്ലായിരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആരായിരുന്നു, യൂറോപ്യൻ ട്രാവലേഴ്സും ട്രേഡേഴ്സും ഒക്കെ ആയിരുന്നു. ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു, അതായത് ജന്മിത്ത അങ്ങനെയുള്ള ഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഈ യൂറോപ്യൻ ട്രാവലേഴ്സും ട്രേഡേഴ്സും ഒക്കെ പറയുന്നത്. അപ്പൊ സൊസൈറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് സ്ട്രാറ്റ ആയിട്ട് നമ്മുടെ സൊസൈറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കാലഘട്ടത്തിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കോമൺ man was at the bottom of the society with king at the top. അതായത് സാധാരണക്കാരൻ എപ്പോഴും എങ്ങനെയായിരിക്കും, ഏറ്റവും താഴെ തട്ടിലും കിങ് ടോപ്പിലും വരുന്ന രീതിയിലായിരുന്നു സൊസൈറ്റിയുടെ സ്ട്രാറ്റിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സൊസൈറ്റിയുടെ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, കിങ് ഏറ്റവും ടോപ്പിലും
കോമൺ മാൻ, സാധാരണക്കാരൻ എപ്പോഴും താഴെ തട്ടിലായിട്ടായിരുന്നു ആ ഒരു സൊസൈറ്റിയുടെ സ്ട്രാറ്റിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. And the standard of living of the people depend on the wages and income. Okay, അപ്പൊ ഒരാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ വേജ് അല്ലെ, അദ്ദേഹത്തിന്റെ കൂലി അല്ലെങ്കിൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതില് ആ ഒരു കാലഘട്ടത്തില് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്തായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു. കൂടുതൽ ആളുകൾ എന്തായിരുന്നു? കൃഷിക്കാരായിരുന്നു. ആൻഡ് കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാസ്റ്റ് സിസ്റ്റം, ജാതിന്റെ ബേസിസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആളുകളെ വേർതിരിച്ച് കാണാറുണ്ടായിരുന്നു. കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആൻഡ് ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓക്കെ, ഓരോ കാസ്റ്റിനും കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയില്. അത് കൂടാതെ ഈ ഓരോ കാസ്റ്റും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവരുടേതായിട്ടുള്ള കസ്റ്റംസും റിച്വൽസും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ടവേർണിയ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ട്രാവലർ ആണ്. ഓക്കെ, അദ്ദേഹം പറയാണ് ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് റെക്കോർഡ് ദ സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ടവേർണിയ എന്ന് പറയുന്ന ഫ്രഞ്ച് ട്രാവലർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ ആ ഒരു കാലഘട്ടത്തിൽ മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സോഷ്യൽ കണ്ടീഷനും അവരുടെ ലൈഫ് സ്റ്റൈലിനൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അവര് പറയുന്നത്, അദ്ദേഹം പറയാണ് ആ ഒരു ഡിഫറൻസ് വേ ഓഫ് ലൈഫില് വലിയൊരു ഡിഫറൻസ് തന്നെ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫുഡ് ഹാബിറ്റ്സും ക്ലോത്തിങ്ങും എല്ലാം പ്ലേസ് ടു പ്ലേസ് എന്തായിരുന്നു? ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ആയിരുന്നു. ഓക്കെ, ഭക്ഷണശീലങ്ങളും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ വേറെ ആയിരുന്നു എന്നാണ് നമ്മുടെ ഈ ഫ്രഞ്ച് ട്രാവലർ പറയുന്നത്. And Babur in his memories recorded the labor system and caste system prevalent in India during those days. Okay, അതായത് മുഗൾ പീരീഡില് ബാബറും എന്ത് ചെയ്തിട്ടുണ്ട്? ബാബർ പറയാണ് അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ലേബർ സിസ്റ്റവും കാസ്റ്റ് സിസ്റ്റവും എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം കുറച്ച് കാര്യങ്ങള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, and economic progress we had achieved during the Mughal rule. Okay, അപ്പൊ economic progress എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോഗ്രസ് മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ അച്ചീവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അഗ്രികൾച്ചർ അച്ചീവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഈ ഇക്കണോമിക് ഗ്രോത്തിന്റെ അല്ലെങ്കിൽ ഇക്കണോമിക് പ്രോഗ്രസിന്റെ, സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന്റെ, ഇക്കണോമിക് പ്രോഗ്രസിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചറൽ അച്ചീവ്മെന്റ്സ്. നല്ല രീതിയിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതൽ ആളുകൾ ആരായിരുന്നു? കൃഷിക്കാരായിരുന്നു അല്ലെ, ഫാമേഴ്സ് ആയിരുന്നു. സോ അഗ്രികൾച്ചറൽ അച്ചീവ്മെന്റ്സ് കൂടുതലുള്ള ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത്? മുഗൾ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് were the major agricultural products of that time. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മേജർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നതൊക്കെയാണ് റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്സ് ഒക്കെ ആയിരുന്നു മേജർ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് അബുൽ ഫസൽ in his book Ain-i-Akbari recorded that Indians cultivated different varieties of rice. Okay, അബുൽ ഫസൽ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ബുക്ക് ആയിട്ടുള്ള Ain-i-Akbari എന്ന് പറയുന്ന അബുൽ ഫസലിന്റെ ബുക്കിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയില് അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് റൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, different varieties of rice cultivate ചെയ്തിട്ടുണ്ടായിരുന്നു. And the farmer was not evicted from the land as long as he paid tax. Okay, farmer എത്ര കാലത്തോളം അവർ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നുവോ അതുവരെ അവരെന്ത് ചെയ്യില്ല? ആ ഒരു ലാൻഡിൽ നിന്നും എവിക്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു. ഓക്കെ, അവരവിടുന്ന് പറഞ്ഞയക്കില്ലായിരുന്നു, നിർബന്ധപൂർവ്വം അവരെ പറഞ്ഞയക്കില്ലായിരുന്നു. കൃത്യമായിട്ട് അവർ ലാൻഡ് ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഫാമേഴ്സിന് ഏത് കാലം വരെയും നല്ല രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. ആൻഡ് the use of technology and new tools enriched the agriculture sector during the Mughal period. അതായത് ഈ മുഗൾ പീരീഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ? ന്യൂ ടെക്നോളജീസും ടൂൾസും ഒക്കെ അവര് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ നല്ല ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ കൂടില്ലേ? അങ്ങനെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പേർഷ്യൻ വീൽസ് ആൻഡ് കനാൽസ് were widely used for irrigation.
പേർഷ്യൻ വീലൊക്കെ ഈ പറയുന്ന ന്യൂ ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മുഗൾ പീരീഡിൽ ന്യൂ ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളാണ് പേർഷ്യൻ വീൽസും കനാലും ഒക്കെ. ഓക്കെ, ഈ കനാൽസും പേർഷ്യൻ വീൽസും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അഗ്രികൾച്ചറൽ പ്രോഗ്രസ് അല്ലെ, അഗ്രികൾച്ചറൽ അച്ചീവ്മെന്റ്സ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് പേർഷ്യൻ വീൽ. കണ്ടോ നിങ്ങൾ, അതിങ്ങനെ ചവിട്ടുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ, അതായത് നമ്മളിങ്ങനെ വെള്ളം ആ സമയത്ത് നമ്മൾ മോട്ടർ ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ, ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ വെള്ളം കോരുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കപ്പലായിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അത് അങ്ങനെ പാടത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലത്തേക്ക് അങ്ങനെ പോകും. ഓക്കെ, അതാണ് പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ആൻഡ് increased agricultural productivity, accelerated trade and urbanization. Okay, നഗരവൽക്കരണവും ട്രേഡും അല്ലെ, വാണിജ്യവും നഗരവൽക്കരണവും ഒക്കെ എന്ത് ചെയ്തു, ട്രേഡും അർബനൈസേഷനും ഒക്കെ എന്ത് ചെയ്തു, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തതോടുകൂടി തന്നെ എന്ത് ചെയ്തു, ട്രേഡും അർബനൈസേഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കൂടാൻ തുടങ്ങി അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. അപ്പൊ ഗുജറാത്ത് വഴിയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോറിൻ ഗുഡ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫോറിൻ ഗുഡ്സിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഏതായിരുന്നു, ഗുജറാത്ത് ആയിരുന്നു. ഏത് പീരീഡില്, മുഗൾ പീരീഡിൽ. ഓക്കെ, ആൻഡ് അപ്പൊ ഇവരുടെ മെയിൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറയാം, അതായത് കയറ്റുമതി ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുന്നത്, വേറെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ടെക്സ്റ്റൈൽസും മുസ്ലിം, ഷുഗർ, റൈസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. Okay, and water transport made significant progress during this period. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വാട്ടർ ട്രാൻസ്പോർട്ടിനും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു പീരീഡ് ആയിരുന്നു എന്ത്, നമ്മുടെ മുഗൾ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ കൺട്രി മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ഏതൊരു ട്രാൻസ്പോർട്ട് വഴിയായിരുന്നു, എയ്റോപ്ലെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തില്, ഇല്ല അല്ലെ, വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയായിരുന്നു അല്ലെ, ജലഗതാഗതം വഴിയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വർ, മേജർ സിറ്റീസ് ഈ മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന മേജർ സിറ്റീസ് എന്ന് പറയുന്നത് ദക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര, ഇത്രയായിരുന്നു മേജർ സിറ്റീസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ദക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ ആൻഡ് ആഗ്ര, ഇത്രയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അപ്പൊ നമ്മുടെ ഈ ഒരു മുഗൾ സിറ്റീസും ഇന്നത്തെ ഏത് രാജ്യത്താണ്, ഏത് കൺട്രിയിലാണ് ആ സിറ്റി ഉള്ളത് എന്നാണ് പറയുന്നത്. എന്താണ്, ദക്ക ഉള്ളത് എവിടെയാണ്, ബംഗ്ലാദേശിലാണ് കേട്ടോ, ഇന്നത്തെ ബംഗ്ലാദേശിലാണ് ദക്ക ഉള്ളത്. മുർഷിദാബാദ് ഉള്ളത് എവിടെയാണ്, നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, മുർഷിദാബാദ് ഉള്ളത് ഇന്ത്യയിലാണ്. ലാഹോർ ഉള്ളത് പാകിസ്ഥാനിലാണ് ലാഹോർ ഉള്ളത്. സൂറത്ത് ഉള്ളത് എവിടെയാണ്, ഇന്ത്യയിലാണ്. ആൻഡ് ആഗ്ര ഓൾസോ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മുഗൾ സിറ്റീസും ഇന്ന് അത് ഏത് രാജ്യത്താണ്, പ്രസന്റ് കൺട്രീസും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഓർഡർ പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ അല്ല, ഏത് രാജ്യത്താണ് ഈ പ്രസന്റ് കൺട്രി ഏതാണെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, ആൻഡ് കൾച്ചറൽ ഇന്റഗ്രേഷൻ. ഓക്കെ, കൾച്ചറൽ ഇന്റഗ്രേഷൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, കൾച്ചറൽ ഇന്റഗ്രേഷൻ ആണ് മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിംഗ് ദ മുഗൾ എറ. ഓക്കെ, എന്ത് ചെയ്തിട്ടുണ്ട്, മഹാഭാരത എന്ത് ചെയ്തിട്ടുണ്ട്, പേർഷ്യനിലേക്ക്, ഈ മുഗൾ എറയില് മഹാഭാരത പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആരാ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, ദറ സുക്കോ എന്ന് പറയുന്ന ആളായിരുന്നു. ദറ സുക്കോ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ആരാണ്, മുഗൾ റൂളർ ഷാജഹാന്റെ മകനായിട്ടുള്ള ദറ ഷുക്കോ എന്ന് പറയുന്ന ആളാണ് മഹാഭാരത പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കൾച്ചറുമായിട്ടുള്ള മുഗൾസിന്റെ ഒരു ബ്ലെൻഡിങ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു അതായത് മുഗൾ രാജാക്കന്മാരും ഇന്ത്യൻ കൾച്ചർ, അതായത് ഇന്ത്യയിലുള്ള കൾച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ മഹാഭാരത എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് നമുക്കൊരു ഈ മുഗളിന്റെയും ഇന്ത്യൻ കൾച്ചറിന്റെയും കൂടി ഒരു ബ്ലെൻഡിങ് ആണ്, അതൊരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു കൾച്ചറൽ ട്രാൻസ്മിഷനെ നമുക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് താജ്മഹൽ, Agra Fort, Red Fort are the examples of the
fusion of Indian architectural style with the Persian style brought here by Mughals. Okay, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർക്കിടെക്ചറും പിന്നെ എന്താണ് പേർഷ്യൻ സ്റ്റൈലിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന താജ്മഹലും ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ടും. ഓക്കെ, താജ്മഹൽ, റെഡ് ഫോർട്ട് ആൻഡ് ആഗ്ര ഫോർട്ട് ഒക്കെ എന്താണ് പേർഷ്യൻ സ്റ്റൈലിന്റെയും ഇന്ത്യൻ സ്റ്റൈലിന്റെയും ആർക്കിടെക്ചറൽ സ്റ്റൈലിന്റെ ഒരു മിക്സ്ചർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ മൂന്ന് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. Okay, and Urdu, a new language, was also formed by the fusion of Persian and Hindi languages during this period. Okay, അതായത് ഒരു ന്യൂ ലാംഗ്വേജ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ ന്യൂ ലാംഗ്വേജ്? ഉറുദു ആണ് കേട്ടോ, ഉറുദു ആണ്. അപ്പൊ ഈ ഉറുദു എന്ന് പറയുന്നത് എന്താണ്, എന്തിന്റെ ഒക്കെ ഫ്യൂഷൻ ആണ്? ഹിന്ദിന്റെയും പേർഷ്യൻ ലാംഗ്വേജിന്റെയും ഫ്യൂഷൻ ആയിട്ടുള്ള ഉറുദു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കാലഘട്ടത്തിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഏതാണ് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അതായത് ഇന്ത്യൻ കൾച്ചറും പേർഷ്യൻ കൾച്ചറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഹിന്ദുസ്ഥാനി ലാംഗ്വേജും ഹിന്ദുസ്ഥാനി മ്യൂസിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമുക്ക് നോക്കാനുള്ളത് വിജയനഗര റൂളാണ് കേട്ടോ, വിജയനഗര റൂളാണ്. ഡിഫറെന്റ് ഡൈനാസ്റ്റീസ് existed in South India also during this Mughal period. Okay, അപ്പൊ സൗത്ത് ഇന്ത്യയില് മുഗൾ പീരീഡിന്റെ അതേ കാലഘട്ടത്തിൽ, മുഗൾ പീരീഡ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലായിരുന്നു അല്ലെ. അപ്പൊ സൗത്ത് ഇന്ത്യയില് ഡിഫറെന്റ് ഡൈനാസ്റ്റീസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു മുഗൾ പീരീഡിന്റെ അതേ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിൽ. ദ മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഏതായിരുന്നു? അതില് സൗത്ത് ഇന്ത്യയിലും ഏറ്റവും അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള കിങ്ഡം എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ വിജയനഗര കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിജയനഗര കിങ്ഡം കണ്ടോ, അതല്ലേ നമ്മുടെ സദേൺ പാർട്ട്, ഇന്ത്യയുടെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു പാർട്ടാണ് നമ്മുടെ കേരളവും കർണാടകയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ഈ വിജയനഗര കിങ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സദേൺ ഭാഗത്ത് പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു കിങ്ഡം ആണ് വിജയനഗര കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കിങ്സ് ഓഫ് വിജയനഗര അതാരൊക്കെയാണ്? സംഗമ്മ ഡൈനാസ്റ്റി ആരൊക്കെയാണ്? ഹരിഹര ആൻഡ് ബുക്ക ആണ്. ഓക്കെ, അപ്പൊ ഡൈനാസ്റ്റീസും അതിലുണ്ടായിരുന്ന കിങ്സിന്റെ പേരാണ്. ഹരിഹര ആൻഡ് ബുക്ക ആണ് സംഗമ്മ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന റൂളേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സലുവ ഡൈനാസ്റ്റിയിൽ ആരൊക്കെയാണ്? നരസിംഹ സലുവ. ഓക്കെ, നരസിംഹ സലുവയായിരുന്നു സലുവ ഡൈനാസ്റ്റിയിലെ മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത്. ദെൻ തുളുവ ഡൈനാസ്റ്റി, വീര നരസിംഹ ആൻഡ് കൃഷ്ണദേവരായ ആയിരുന്നു തുളുവ ഡൈനാസ്റ്റിയിലെ കിങ്സ് എന്ന് പറയുന്നത്. ദെൻ അരവിഡു ഡൈനാസ്റ്റി തിരുമല ആൻഡ് വെങ്കിട. ഓക്കെ, തിരുമല ആൻഡ് വെങ്കിട എന്ന് പറയുന്ന റൂളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡൈനാസ്റ്റീസ് ഓഫ് വിജയനഗര ആൻഡ് ആ ഡൈനാസ്റ്റിയിൽ പ്രൊമിനന്റ് ആയിട്ടുള്ള കിങ്സിന്റെയും പേര്. ഓക്കെ, യെസ്, ആൻഡ് വിജയനഗര വാസ് founded in 1336 CE by the brothers Harihara and Bukka. Okay, brothers ആയിട്ടുള്ള ഹരിഹരയും ആൻഡ് ബുക്കയും കൂടെ 1336 ലാണ് നമ്മുടെ വിജയനഗര ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിജയനഗര ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളതെന്നും ഏത് വർഷമാണെന്നുള്ളത് നോക്കി വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് കൃഷ്ണദേവരായ 1509 to 1529 was the most famous ruler of powerful and wealthy kingdom of Vijayanagara. Okay, കൃഷ്ണദേവരായ എന്ന് പറയുന്നത് ഈ ഒരു വിജയനഗര കിങ്ഡത്തിന്റെ മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ടുള്ള മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. ഓക്കെ, and the reign of Krishnadevaraya was a period of imperial expansion and development of the empire. Okay, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലേക്ക് ഒരു ഇമ്പീരിയൽ അല്ലെ ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ ആധിപത്യം അല്ലെ അവരുടെ ഒരു സ്ട്രെങ്ത് ഇവിടെ കാണിക്കുക എന്നുള്ള രീതിയിൽ വന്ന സമയത്തായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൃഷ്ണദേവരായ ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അദ്ദേഹമായിരുന്നു ആ ഒരു വിജയനഗര കിങ്ഡം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് ക്യാരിഡ് ഡ്യൂറിങ് ഹിസ് റെയിൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയേറെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേയേറെ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആളായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായ എന്ന് പറയുന്ന റൂളർ. ഓക്കെ, അപ്പൊ
അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹംപി. ഓക്കെ, അപ്പാർട്ട് ഫ്രം കൺസ്ട്രക്ടിങ് മോർ ഫെസിലിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി, ഹി ഓൾസോ ബിൽറ്റ് ന്യൂ ഫോർട്ട്സ്, പാലസസ് ആൻഡ് ടെമ്പിൾസ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സിറ്റി വിജയനഗര കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞ ഏതാണ്? ഹംപിയാണ് അല്ലെ. ഈ ഹംപി കൂടാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹംപിയിലുള്ള ഫെസിലിറ്റീസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നത് കൂടാതെ, നല്ല രീതിയിൽ നിർമ്മിക്കുന്നത് കൂടാതെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറെ ഫോർട്ട്സും പാലസസും ടെമ്പിൾസും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വേറൊരു അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫെയിം, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ അറിയപ്പെടാൻ, നല്ലൊരു രാജാവാണെന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ടോളറൻസ് ആയിരുന്നു. എല്ലാ റിലീജിയൻസിനും അദ്ദേഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈക്വലി ആണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ റിലീജിയനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവരുടെ ഓരോ റിലീജിയനുള്ള ആളുകൾക്കും, ഓക്കെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ആ റിലീജിയനുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയാ, അവരുടേതായിട്ടുള്ള ബിലീഫ്സ് അല്ലെ, വിശ്വാസങ്ങള് ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാ റിലീജിയൻസിനെയും ഈക്വൽ ആയിട്ടായിരുന്നു, എല്ലാ ആളുകളെയും, ഹ്യൂമൻ ബീങ്സിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു കൃഷ്ണദേവ രായ എന്ന് പറയുന്നത്. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്ഫിയർ ഓൾസോ വിറ്റ്നസ്ഡ് പ്രോഗ്രസ്. ഓക്കെ, ആർട്ടിലും ലിറ്ററേച്ചറിലും കൾച്ചറൽ സ്ഫിയേഴ്സിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു പ്രോഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള ആളായിരുന്നു നമ്മുടെ ഈ കൃഷ്ണദേവ രായ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി ഇറിഡിഷൻ ഇൻ ഓതേർഡ് ദ വർക്ക്സ് ഓഫ് അംകുട, മാല്യട ആൻഡ് ജംബവാദി കല്യാണം. ഓക്കെ, ജാമ്പവാദി കല്യാണം ആൻഡ് അംകുട മാല്യാട. ഓക്കെ, അംകുട മാല്യാട, ഈ രണ്ടും അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. ഓക്കെ, ജാമ്പവാദി കല്യാണം ആൻഡ് അംകുട മലയാട. ഓക്കെ, അംകുട മലയാട നമ്മുടെ കന്നഡ കലർന്നിട്ടുള്ള ഒരു പേരാണ്. സോ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അത് അങ്ങനെ സ്പെല്ലിങ് എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ 2 വർക്കുകളാണ് ഈ പറയുന്നത്. ഓക്കെ, and he promoted Telugu, Kannada and Tamil literature. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തെലുങ്കും കന്നഡയും തമിഴും ലിറ്ററേച്ചറും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗ്ഗജസ്. ഓക്കെ, അതായത് അഷ്ടദിക് പാലകന്മാർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതാണ് അഷ്ടദിഗ്ഗജസ്. ഓക്കെ, ആൻഡ് അഡോൺ ദ കോർട്ട് ഓഫ് കൃഷ്ണദേവ രായ. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ അഷ്ടദിക് പാലകന്മാർ അല്ലെങ്കിൽ അഷ്ടദിഗ്ജസ് എന്ന് പറയുന്ന ഈ 8 പേര്, എത്ര പേര്? അഷ്ട എന്ന് പറയുന്ന എത്ര പേരാ? 8 പേര് അല്ലെ. ഇവരാണ് അദ്ദേഹത്തിന്റെ കൃഷ്ണദേവരായയുടെ കോർട്ടിലെ പ്രധാനികൾ. ഓക്കെ, പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ അഷ്ടദിഗ്ജസ് ആയിരുന്നു. ഓക്കെ, ആൻഡ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഓക്കെ, ഒരു മൊണാർക്കി സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ഒരു മൊണാർക്കി സിസ്റ്റം, ഒരു രാജവാഴ്ചയായിരുന്നു ഈ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു മൊണാർക്കി സിസ്റ്റം ആയിരുന്നു പ്രിവൈൽ ചെയ്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അപ്പോൾ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി, അതായത് നല്ല രീതിയിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് ഈ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൺട്രീനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പലതായിട്ട് കൺട്രീനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? മണ്ഡലം, പ്രൊവിൻസസിനെ മണ്ഡലം എന്നാണ് പറയുന്നത്. നാടു, ഡിസ്ട്രിക്ട്സ് എന്താണ്? നാടു എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥല എന്ന് പറയുന്നത് ഏതാണ്? സബ് ഡിസ്ട്രിക്ട്സ് ആണ്. ഗ്രാമ എന്ന് പറയുന്നത് ഏതാണ്? വില്ലേജ് ആണ് കേട്ടോ, ഗ്രാമ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4ഉം ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൃഷ്ണദേവരായ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് അല്ലെ, നല്ല രീതിയിൽ ഭരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് there was a cabinet help the king. കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ കിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മിനിസ്റ്റേഴ്സിനെ പണിഷ് ചെയ്യാനും അവരെ ആ ഒരു പദവിന്ന് താഴെ ഇറക്കാനുള്ള ഒക്കെ പവർ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കിങ്ങിനുണ്ടായിരുന്നു. ആൻഡ് there were courts at various levels for the administration of justice. എന്ത് ചെയ്യുന്നുണ്ട്? വേരിയസ് ലെവൽസില്
കോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, കോടതികൾ ഉണ്ടായിരുന്നു ഈ രാജ ഭരണത്തിൽ. അതായത് അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ ജസ്റ്റിസ് അല്ലെ, നല്ല രീതിയിൽ ജസ്റ്റിസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ലെവൽസ് അല്ലെങ്കിൽ വേരിയസ് ലെവൽസിൽ കോഡ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ആരായിരുന്നു? കിങ് ആയിരുന്നു. ഏറ്റവും സോവറിൻ അതോറിറ്റി അല്ലെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോർട്ടിൽ എന്തെങ്കിലും കാര്യം നമുക്ക് എന്താ പറയാ പരിഗണിക്കാൻ പറ്റാത്തതാണ്, നമ്മൾ തെറ്റുകാരല്ലെങ്കിൽ പോലും കോർട്ട് തെറ്റായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം. നമ്മളിപ്പോ ഒക്കെ അപ്പീൽ പോയില്ലേ, കോടതി, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നമ്മൾ അപ്പീൽ പോകും അല്ലെ. അതേപോലെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? കിങ് ആണ്. അദ്ദേഹത്തിന്റെ അടുത്താണ് അപ്പീൽ പോവുക. ഓക്കെ, ആൻഡ് മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് were dealt with by the village court themselves. Okay, വില്ലേജ് കോർട്ടിലാണ് ഈ ലേബർ ഡിസ്പ്യൂട്ട്സും മൈനർ ഒഫൻസസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? മേജർ ലേബർ ഡിസ്പ്യൂട്ട്സ്, മൈനർ ഒഫൻസസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത് വില്ലേജ് കോർട്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് നായകാസ് ആൻഡ് അമര നായകാസ് പ്ലേഡ് an important role in the administration of വിജയനഗര. വിജയനഗരയുടെ അഡ്മിനിസ്ട്രേഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് നയിക്കുന്ന ആളുകളാണ് ആരൊക്കെ? നായകാസും അമര നായകാസും. ഓക്കെ, അമര നായകാസും നായകാസും ആരൊക്കെയാണ് ഈ അമര നായകാസ് എന്ന് പറയുന്നത്? മിലിറ്ററി കമാൻഡേഴ്സ് ആണ് അമര നായകാസ് എന്ന് പറയുന്നത്. ഓക്കെ, വിജയനഗര കിങ്ഡത്തിലെ അല്ലെങ്കിൽ വിജയനഗര അഡ്മിനിസ്ട്രേഷനിലെ മിലിറ്ററി കമാൻഡേഴ്സ് ആണ് അമര നായകാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കിങ്സ് എന്ത് ചെയ്യും? കിങ്സ് അലോട്ടഡ് ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുറച്ച് മിലിറ്ററി കമാൻഡേഴ്സിന് കിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ് അലോട്ട് ചെയ്യുന്നുണ്ട്. ആ ലാൻഡിനാണ് അമര എന്ന് പറയുന്നത്. ഓക്കെ, അമര എന്ന് പറയുന്നത്. ആൻഡ് the administration of Amara carried out by Amara Nayakas. Okay, അപ്പൊ ആ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? അമര എന്നുള്ള രീതിയിലാണ് ലാൻഡ് അറിയപ്പെടുന്നത്. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകളെ നമ്മൾ അമര നായകാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് അമര നായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. ഓക്കെ, അതായത് ഈ അമര എന്ന് പറയുന്ന ഈ ലാൻഡിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കായിരുന്നു? ഈ മിലിറ്ററി കമാൻഡേഴ്സ് ആയിട്ടുള്ള അമര നായകാസിനാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഈ അമര നായകാസിന് എന്ത് ചെയ്യുന്നത്? ഫിക്സ്ഡ് എമൗണ്ട് ആണ് ആർക്ക് പേ ചെയ്യേണ്ടത്? കിങ്ങിന് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കൂടാതെ തന്നെ അവർ എന്ത് ചെയ്യണം? ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്, ഹോഴ്സസ് ആൻഡ് എലിഫന്റ്സ്. ഓക്കെ, അതായത് ഈ ടാക്സ് കളക്ട് ചെയ്യണം, അതുകൂടാതെ ലാൻഡ് നല്ല രീതിയിൽ നോക്കി നടത്തണം. ഇതൊന്നും കൂടാതെ തന്നെ ഈ അമര നായകാസ് എന്ത് കൂടെ ചെയ്യണം? ഫുഡ് സോൾജിയേഴ്സിനെയും ഹോഴ്സസിനെയും എലിഫന്റ്സിനും ഒക്കെ എന്ത് ചെയ്യണം? ഒരു സർട്ടൻ നമ്പർ ഓഫ് എലിഫന്റ്സിനെയും ഫുഡ് സോൾജിയേഴ്സിനും ഹോഴ്സസിനും ഒക്കെ അവര് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമായിരുന്നു. ഓക്കെ, ആൻഡ് ദിസ് സിസ്റ്റം വാസ് കോൾഡ് അമര നായക സിസ്റ്റം. നമ്മുടെ മൻസബ്ദാരി സിസ്റ്റം പോലെ, മുഗൾ റൂളേഴ്സിൽ മൻസബ്ദാരി സിസ്റ്റം പോലെ നമ്മുടെ വിജയനഗര കിങ്ഡത്തില് ഏതാണ്? അമര നായക സിസ്റ്റം ആണ് ഉള്ളത്. ഓക്കെ, യെസ്, ആൻഡ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. Vijayanagara society consisted of various castes and religions. Brahmins were the dominant group in the society. Okay. Okay, അപ്പൊ നമ്മുടെ വിജയനഗര സൊസൈറ്റിയില് വേരിയസ് കാസ്റ്റും റിലീജിയൻസും ഒക്കെ ഉണ്ട് അല്ലെ. വിജയനഗര സൊസൈറ്റി വേരിയസ് കാസ്റ്റ് റിലീജിയൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്, ഡൊമിനന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ബ്രാഹ്മിൻസ് ദേ വർ എൻറ്റൈറ്റിൽഡ് ടു റവന്യൂ ഫ്രം ദ ലാൻഡ് ആൻഡ് അലോട്ടഡ് ടു ദി ടെമ്പിൾസ്. ഓക്കെ, അപ്പൊ അതായത് ഈ ബ്രാഹ്മിൻസിന് ടെമ്പിൾസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ബ്രാഹ്മിൻസിന് ടെമ്പിൾസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ടെമ്പിൾസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റവന്യൂ കളക്ട് ചെയ്യാനുള്ള റൈറ്റും ആർക്കാണുള്ളത്? ബ്രാഹ്മിൻസിന് തന്നെയാണുള്ളത്. ഓക്കെ, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് റവന്യൂ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ബ്രാഹ്മിൻസ് ലീഡ് ടു used to lead the rituals and religious ceremonies in the temples. Okay, അപ്പോൾ ഈ ടെമ്പിൾസിലാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ റിലീജിയസ് സെറിമണീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത് ബ്രാഹ്മിൻസ് ആണ്. ഓക്കെ, ബ്രാഹ്മിൻസ് ആണ് ഈ എല്ലാ റിലീജിയസ് സെറിമണീസ് നമ്മുടെ ടെമ്പിൾസിൽ കൊണ്ടുവരുന്നത്. And other sections of the society mainly engaged in agriculture, trade and handicrafts. ബ്രാഹ്മിൻസ് അല്ലാതെ മറ്റ് സെക്ഷൻസ് ഏതൊക്കെയാണ്? മറ്റ് സെക്ഷൻസിലുള്ള ആളുകളൊക്കെ അഗ്രികൾച്ചറിലും ട്രേഡിലും ഹാൻഡിക്രാഫ്റ്റ്സിലും ഒക്കെ എൻഗേജ് ചെയ്യുന്ന ആളുകളാണ്. ആൻഡ് കിങ്സ് എംപ്ലോയ്ഡ് വിമൻ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഫോർ ദി ലോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻസ്. ഓക്കെ, അപ്പോൾ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? വിമനെ അവരുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പിന്നെ റോയൽ പാലസസിലുള്ള ഗാർഡൻസ് ഒക്കെ
ഡെക്കറേറ്റ് ചെയ്യാനും അതുകൂടാതെ റോയൽ പാലസസിലുള്ള അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുമാണ് കിങ്സ് എന്ത് ചെയ്തിട്ട് വിമനോട് പറഞ്ഞിട്ടുണ്ടാവുക. അതായത് ലേഡീസിനോട് അവർ ലേഡീസിന്റെ ജോലി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ റോയൽ പാലസസിലെ ഗാർഡൻസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. റോയൽ പാലസിലുള്ള അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വിമന്റെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് പോളിഗമി, അതായത് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് ഒരു നല്ല വെൽത്തി ആയിട്ടുള്ള ആളുകൾ, അതായത് നല്ല സമ്പത്തുള്ള ആളുകൾക്ക്, റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പോളിഗമി എന്നൊരു സിസ്റ്റം അവിടെ പ്രിവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാം എന്നുള്ള ഒരു സിസ്റ്റം. ആൻഡ് ചൈൽഡ് മാരേജും സതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അതായത് ചെറുപ്പത്തിൽ തന്നെ ചെറിയ വയസ്സിൽ തന്നെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുക. ആൻഡ് സതി എന്ന് പറയുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യുക, ചിതയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആൻഡ് അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിൽക്കും കോട്ടനും ആയിരുന്നു അവർ കോമൺലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലോത്ത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സിൽക്കും കോട്ടൺ ആയിരുന്നു കോമൺലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലോത്ത് എന്ന് പറയുന്നത്. ആൻഡ് irrigation was provided in the arid areas around വിജയനഗര. വിജയനഗരയിലെ അരിഡ് ഏരിയാസ്, അതായത് വരണ്ട് കിടക്കുന്ന ഭാഗത്തൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജലലഭ്യത ഉറപ്പുവരുന്ന ജലസേചനം, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കമലപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ 15th century CE. അതിനു വേണ്ടിയിട്ട് കമലപുരം ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് കൺസ്ട്രക്ട് ചെയ്തു. 15th centuryയിൽ കമലപുരം എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ടാക്കി. Then Hiria Canal and the dam across Tungabhadra river strengthened the agriculture sector. Okay, അതായത് കമലപുരം ലേക്ക് ഉണ്ടാക്കി, ഹിരിയ കനാൽ എന്ന് പറയുന്ന കനാൽ ഉണ്ടാക്കി, ആൻഡ് തുംഗഭദ്ര എന്ന് പറയുന്ന റിവറിന് അക്രോസ് ആയിട്ട് ഒരു ഡാമും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിജയനഗര കിങ്ഡത്തിന്റെ പീരീഡിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തതോടുകൂടി തന്നെ എന്ത് ചെയ്തു? അഗ്രികൾച്ചർ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ദ ലാൻഡ് വാസ് സർവേഡ് ടാക്സ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഓരോ ലാൻഡിനും ടാക്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ടാക്സ് എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? ലാൻഡിൽ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എത്രത്തോളം അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ട്, അതിന് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നല്ല ടാക്സ് ഉണ്ടാവും. കുറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ആ ഒരു ടാക്സ് കുറവായിരിക്കും. ഓക്കെ, അപ്പാർട്ട് ഫ്രം ലാൻഡ് ടാക്സ് കൂടാതെ തന്നെ പ്രൊഫഷണൽ ടാക്സും ബിൽഡിംഗ് ടാക്സും ലൈസൻസ് ഫീസും ഫൈൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കോഡ്സിൽ നിന്നും ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ലാൻഡ് ടാക്സ് കൂടാതെ ഏതൊക്കെയാ നമ്മുടെ ഗവൺമെന്റിലേക്കുള്ള റവന്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രൊഫഷണൽ ടാക്സും ബിൽഡിംഗ് ടാക്സും ലൈസൻസ് ഫീസും ഫൈൻസും ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ വിജയനഗര ഡെവലപ്ഡ് ഇൻ എ മേജർ ട്രേഡിംഗ് സെന്റർ. അപ്പൊ ഇനി എന്ത് ചെയ്തു? നമ്മുടെ വിജയനഗര ഒരു നല്ലൊരു വലിയൊരു ട്രേഡിംഗ് സെന്റർ ആയിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ട്രേഡേഴ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ were flocked to famous city of Nagara, വിജയനഗര. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? വിജയനഗരയിലേക്ക് വന്നിട്ട് ആളുകൾ ട്രേഡിന് വേണ്ടി വരാൻ തുടങ്ങി. ഓക്കെ, എന്ത് ചെയ്തു? അങ്ങനെ വിജയനഗര കിങ്സ് എന്ത് ചെയ്തു? ഫോറിൻ ട്രേഡ് എൻകറേജ് ചെയ്തു. ഓക്കെ, ഫോറിൻ ട്രേഡ് എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു. ആൻഡ് the Portuguese and the Arabs had monopoly over foreign trade. Okay, monopoly, അതായത് പോർച്ചുഗീസുകാരും അറബ്സും എന്ത് ചെയ്തു? ഈ ഒരു ഫോറിൻ ട്രേഡില് അവരുടെ ഒരു മൊണോപ്പൊളി കാണിക്കാൻ തുടങ്ങി. ഓക്കെ, അവരൊരു കുത്തകയായിട്ട് മാറ്റി. യെസ്, ആൻഡ് ട്രേഡ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. ചൈനയായിട്ടും ശ്രീലങ്കയായിട്ടും വിജയനഗരയിൽ നിന്ന് ട്രേഡ് പോവാൻ തുടങ്ങി. അപ്പൊ അവർ കൂടുതലായിട്ടും ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോഴ്സിന് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കുതിരകളെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ബോട്ട് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ അറബ്സ്. ഓക്കെ, എന്ത് ചെയ്തു? അറേബ്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്തു? കുതിരകളെ വാങ്ങാൻ തുടങ്ങി. ഈ കുതിരകളെ വാങ്ങുന്നത് ആരായിരുന്നു? കൂടുതലും അറബ്സ് ആയിരുന്നു കുതിരകളെ വാങ്ങാൻ തുടങ്ങിയത്. ഓക്കെ, ആൻഡ് ഹോഴ്സസ് വേർ എൻ ഇമ്പോർട്ടന്റ് ഐറ്റം ഓഫ് ട്രേഡ്. ഹോഴ്സസ് എന്ന് പറയുന്നത് ഈ ട്രേഡിൽ ഇമ്പോർട്ടന്റ് ഐറ്റം ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? മാറാൻ തുടങ്ങി. ആൻഡ് ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് നോൺ ആസ് കുതിര ചെട്ടീസ്. ഓക്കെ, കുതിര ചെട്ടീസ്, അതായത് ലോക്കൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? കുതിരയെ
കൈമാറ്റം ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതിനെ നമ്മൾ കുതിരച്ചെട്ടി എന്നാണ് അതിനെ പറയാം, കുതിരച്ചെട്ടീസ് എന്നാണ് അത് പറയാ. ആൻഡ് ഗ്രാജുവലി പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദ അറബ്സ് ആൻഡ് ടു കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്. ഓക്കെ, എന്ത് ചെയ്തു? അറബ്സ് ആയിരുന്നു കൂടുതലും കുതിരകളെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രാജുവലി എന്ത് ചെയ്തു? കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പോർച്ചുഗീസുകാര് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാര് അറബ്സിനെ കൺട്രോൾ ചെയ്തിട്ട് അവരെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ പോർച്ചുഗീസുകാർ ഈ ഒരു ട്രേഡ് നടത്താൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ട്രേഡിൽ നിന്നും നാഷന്റെ ഇൻകം അല്ലെ, നാഷണൽ ഇക്കോണമി തന്നെ വളരാൻ തുടങ്ങി, സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ചൈനീസ് പോട്രി വർ ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ്സ് ട്രേഡ് റിലേഷൻ വിത്ത് ചൈന. ഓക്കെ, അപ്പോൾ ഈ ഒരു വിജയനഗര ഒരു സിറ്റിയിൽ നിന്നും എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ചൈനീസ് പോട്രി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചൈനീസ് പോട്രി പാത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താണ്? ചൈനയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര. ഓക്കെ, ഹസര രാമ ടെമ്പിൾ ആണ് ആ കാണുന്നത്. ആൻഡ് വിത്തല സ്വാമി ടെമ്പിൾ. ഓക്കെ, ഈ ടെമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, യെസ്, ആൻഡ് ഡ്യൂറിംഗ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. അതായത് കൾച്ചറൽ ലൈഫിലും നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടായ ഒരു പീരീഡ് ആയിരുന്നു വിജയനഗര പീരീഡ് എന്ന് പറയുന്നത്. മെനി സ്കൂൾ വർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. വേദാസും ശാസ്ത്രാസും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറെ സ്കൂളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് unprecedented growth in the field of art, architecture, sculpture, literature and music. ഓക്കെ, അപ്പൊ ഈ ഒരു വിജയനഗരയുടെ പീരീഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നല്ല രീതിയിൽ ആർട്ടിനും ആർക്കിടെക്ചറിനും സ്കൾപ്ചറിനും ലിറ്ററേച്ചറിലും മ്യൂസിക്കിലും ഒക്കെ എന്ത് വന്നിട്ടുണ്ട്? നല്ലൊരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, and kings like Krishnadevaraya were the patrons of the art and literature. Okay, art and literature ന്റെ patrons എന്ന് പറയുന്നത് ആരായിരുന്നു? കൃഷ്ണദേവരായ എന്ന് പറയുന്ന രാജാവായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹമായിരുന്നു രക്ഷാധികാരി എന്ന് പറയില്ലേ, അപ്പൊ അദ്ദേഹമാണ് നമുക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ദ ഡ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദ ഡൊമിനന്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ പീരീഡില് ഡൊമിനന്റ് ആയിട്ടുള്ള സ്കൾപ്ചർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഡ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതില് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചറിൽ വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഗോപുരംസ് ആണ്. ഓക്കെ, അതായത് ജൈജാന്റിക് ആയിട്ടുള്ള ടെമ്പിൾ ഗേറ്റ്സ് കണ്ടോ നിങ്ങളെ? മിസ്സിന്റെ തൊട്ട് ബാക്കിൽ കണ്ടോ? ഇതാണ് നമ്മുടെ ടെമ്പിൾ ഗേറ്റ്സ് ആയിട്ട്, അതിനെ നമ്മൾ ഗോപുരങ്ങൾ എന്നാ പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു വിജയനഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു മെയിൻ ഫീച്ചർ ആയിരുന്നു. ഓക്കെ, യെസ്. ആൻഡ് ഇത് ലോട്ടസ് മഹൽ, ഹംപിയിലുള്ള ലോട്ടസ് മഹൽ ആണ്. ആൻഡ് ഇത് വിരുപക്ഷ ടെമ്പിൾ, ഹംപി. ഇത് രണ്ടും കണ്ടോ? ഇതില് ഓരോന്നിലും അവരുടെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലില് ഡിഫറൻസ് ഉണ്ട് അല്ലെ? നമുക്ക് ആ ഒരു ഗോപുരങ്ങളൊക്കെ ഈ ഒരു ടെമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്, അത് ടെമ്പിൾ ഗേറ്റ്സ് ആണ് കേട്ടോ. അതിന് പറയുന്ന പേരാണെന്ത്? ഗോപുരം. ഓക്കെ, ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രെമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലിറ്ററേച്ചറിൽ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടായ ഒരു പീരീഡ് ആണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ തെലുഗു ലിറ്ററേച്ചർ ആണ് കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു വിജയനഗര പീരീഡിൽ. കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് തെലുഗു ലിറ്ററേച്ചർ ആണ്. ആൻഡ് ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക്സ് വർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയേറെ സാൻസ്ക്രിറ്റ് വർക്ക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റീജിയണൽ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ വിജയനഗര കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, കുറെ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച് ഇന്ന് പഠിക്കാം എല്ലാം വൃത്തിയിൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുള്ള സാധനങ്ങളൊക്കെ നോട്ടിലേക്ക് കൃത്യമാറ്റി എഴുതി വെച്ചിട്ട് തന്നെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ.